ഹായ്, saiarts നിന്നും സുമൻ ആണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്മാർട്ട് ഫോണിലെ ബാറ്ററി ചാർജ് ചെയ്യുന്ന ഒരു മോഷൻ ഗ്രാഫിക്സ് അനിമേഷനാണ്. അതിൻ്റെ അനിമേഷൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ഞാനിവിടെ വേറെ സെറ്റിങ്സ് ഒന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് 10 സെക്കൻഡിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ശേഷം ഓക്കെ കൊടുക്കുക. കൊടുത്തതിന് ശേഷം ഒരു പുതിയ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിന് ജസ്റ്റ് BG എന്ന പേര് കൊടുക്കുക. ജസ്റ്റ് ബ്ലാക്ക് കളറോ എന്താണ് ജസ്റ്റ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം ലെയർ അൺസെലക്ട് ചെയ്യുക. അപ്പോൾ സെലക്ട് ആയി കഴിഞ്ഞാൽ നമ്മൾ ഷേപ്പ് റെക്റ്റാങ്കിൾ ടൂൾ വരയ്ക്കുകയാണെങ്കിൽ മാസ്ക് ആയിട്ടായിരിക്കും വരുന്നത്. അതുകൊണ്ട് ലെയർ അൺസെലക്ട് ചെയ്യുക. ജസ്റ്റ് മാറ്റി ക്ലിക്ക് ചെയ്താൽ മതി. മാറ്റി ക്ലിക്ക് ചെയ്തതിന് ശേഷം റെക്റ്റാങ്കിൾ ടൂൾ എടുക്കുക. എടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു ഷേപ്സ് വരയ്ക്കുക. ഓക്കെ, ജസ്റ്റ് ഒരു ഷേപ്സ് വരയ്ക്കുക. വരച്ചതിന് ശേഷം എൻ്റെ സ്ട്രോക്ക് സൈസ് ഒരു 10 കൊടുക്കുന്നു. ഓക്കെ, കൊടുത്തതിന് ശേഷം നമുക്കിവിടെ റെക്റ്റാങ്കിളിനകത്ത് ഈ ഷേപ്പ് ലെയർ കണ്ടോ, അതിനകത്ത് റെക്റ്റാങ്കിൾ വന്നിട്ട് ആ റെക്റ്റാങ്കിളിനകത്ത് കയറുമ്പോഴത്തെ റെക്റ്റാങ്കിൾ പാത്ത് അത് വീണ്ടും ഓപ്പൺ ചെയ്യുക. അവിടെ റൗണ്ട്നെസ് ഉണ്ട്, ഒരു 62 കൊടുക്കുന്നു. അപ്പോൾ എഡ്ജ് ഉണ്ടോ, ജസ്റ്റ് റൗണ്ട് ഷേപ്പായിട്ട് മാറി. അതിനുശേഷം ഞാൻ ഈ ലെയറിന് പേര് കൊടുക്കുന്നു, റീനെയിം കൊടുക്കുക. ഔട്ട് ലൈൻ എന്ന പേര് കൊടുക്കുന്നു. അപ്പോൾ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ മതി, റീനെയിം എന്നുള്ള ഓപ്ഷൻ വരും. ജസ്റ്റ് അതിന് ശേഷം ജസ്റ്റ് Ctrl+D പ്രസ് ചെയ്യുക. Ctrl+D പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ സ്ട്രോക്കിൻ്റെ ടോപ്പിൽ മെനു ബാറിൽ വരുമ്പോഴത്തേക്ക് തൊട്ട് താഴെയായിട്ട് എൻ്റെ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അവിടെ സ്ട്രോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ സ്ട്രോക്കിനകത്ത് പോയിട്ട് നൺ കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. ഫില്ലിൽ പോയിട്ട് അത് സോളിഡ് കളറായിട്ട് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അതിനുശേഷം ആദ്യം തന്നെ പേര് ചേഞ്ച് ചെയ്യുന്നു, ഫിൽ എന്നൊരു പേര് കൊടുക്കുന്നു. അതിന് ജസ്റ്റ് ഇതിൻ്റെ എഡ്ജ് സൈഡിൽ നിന്ന് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ ഫിൽ കളർ ലെയർ ഹൈഡ് ചെയ്യുക. ഹൈഡ് ചെയ്തതിന് ശേഷം സെലക്ഷൻ മാറ്റുക. ഓൾറെഡി ഇവിടെ സെലക്ട് ആയി കിടപ്പുണ്ട്, സെലക്ഷൻ അൺസെലക്ട് ചെയ്യുക. അതിനുശേഷം വീണ്ടും റെക്റ്റാങ്കിൾ ടൂൾ എടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു ഷേപ്സ് വരച്ചു കൊടുക്കുക. വരച്ചു കൊടുത്തതിന് ശേഷം എഫക്ട്സിൽ പോയിട്ട് ഡിസ്റ്റോർട്ടിനകത്ത് വേവ് റാപ്പ് എന്ന് പറയും, കണ്ടോ. ഇല്ല എങ്കിൽ ജസ്റ്റ് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് വേവ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വേവ് റാപ്പ് വരും. ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, ജസ്റ്റ് ആ ഒരു ഷേപ്പ് ലെയറിലേക്ക് അത് ആ എഫക്ട്സ് ആഡായി വരും. അപ്പോൾ ഇവിടെ എഫക്ട്സ് കൺട്രോളിൽ പോയതിന് ശേഷം ഇവിടെ വേവ് ഹൈറ്റ് ഞാനൊരു 17 കൊടുത്തു. ഇവിടെ വേവ് വിഡ്ത്ത് ഒരു 150 160 റേഞ്ചിലൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് മൂവ് ചെയ്ത് നോക്കുക. നമുക്ക് അതിന് കിട്ടുന്ന അനിമേഷൻ ഇങ്ങനെയാണ്, കണ്ടോ. വേവ് സ്പീഡ് ഞാനൊരു 0.6 കൊടുക്കുന്നു. കുറച്ച് സ്ലോയിലായിരിക്കും വർക്കൗട്ട് ചെയ്യാൻ. അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം റാമ്പ് എന്ന് പറയും, സെർച്ച് എടുക്കുക. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇതിലേക്ക് ആഡ് ആവും. അപ്പോൾ റാമ്പിന് ഒരു സ്റ്റാർട്ട് ഓഫ് റാമ്പുണ്ട്, എൻഡ് ഓഫ് റാമ്പുണ്ട്. അത് 2 പോയിൻറ്റ്സ് ആണ്. അതായത് കണ്ടോ, ഈ പോയിന്റ് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് വയ്ക്കുക. വെച്ചതിന് ശേഷം ജസ്റ്റ് കളർ കൊടുക്കുക. ഓക്കെ, എൻഡ് കളറ് ജസ്റ്റ് ഓക്കെ എടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ ലെയർ ഉണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത ലെയർ ഷേപ്പ് ലെയർ, അതിന് പേര് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ മാറ്റ് എന്ന് പറഞ്ഞാലാണ് പേര് കൊടുക്കുന്നത്. ഓക്കെ, കൊടുത്തതിന് ശേഷം ഈ മാറ്റ് ലെയർ തൊട്ട് താഴത്തെ ലെയറായിട്ട് ഇടുക. ഫിൽ ലെയറിന് തൊട്ട് താഴെ ഇട്ടതിന് ശേഷം മാറ്റ് ലെയറിനകത്ത് വരുമ്പോഴത്തേക്ക് അവിടെ നോർമൽ തൊട്ട് നണ്ണ് എന്ന ഓപ്ഷൻ ഉണ്ട്. ആൽഫ മാറ്റ് എന്ന് പറഞ്ഞാൽ ഈ ലെയർ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. കണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതിനുശേഷം ഈ മാറ്റ് ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നൺ മാറ്റിന് ശേഷം ആൽഫ മാറ്റ് കൊടുക്കുക. നമുക്ക് കിട്ടുന്നത് ഒരു മാറ്റ് ലെയർ ആയിട്ട് നമുക്ക് കിട്ടി. കണ്ടോ, നമുക്ക് അനിമേഷൻ വർക്കൗട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്, കണ്ടോ. ഇനി അതിന് ശേഷം ഇത് രണ്ടും ജസ്റ്റ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോൾ പ്രസ് സെലക്ട് ചെയ്യുക, Ctrl+D പ്രസ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ആണ്. ജസ്റ്റ് എന്ത് ചെയ്തു, അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ആദ്യം ചെയ്ത ഫിൽ ലെയർ ഉണ്ടല്ലോ, ഫിൽ മാറ്റ്, അത് സെലക്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് മുകളിലേക്ക് വെച്ചതിന് ശേഷം അപ്പാരോ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് മുകളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ആ ഗ്രേഡിയൻ റാമ്പിൽ വന്നതിന് ശേഷം
ജസ്റ്റ് കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് സൂം ചെയ്യുമ്പോൾ അറിയാൻ പറ്റുന്നതാണ്ടോ ഒരു ചേഞ്ച്. ജസ്റ്റ് കുറച്ചും കൂടെ ഒന്ന് അപ്പാരോ ഒരു ലെയർ സെലക്ട് ചെയ്തതിന് ശേഷം അപ്പാരോ കൊടുക്കുക. ഓക്കെ. അതിനുശേഷം ഇതിനകത്തുള്ള വേവ് സ്പീഡ് നല്ല 0.4 കൊടുക്കുന്നു. ഈ ഡയറക്ഷൻ -90 കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് അനിമേഷൻ കണ്ടോ ഇങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ അതിന് വേണ്ടി മാറ്റ് ലെയർ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. കണ്ടോ ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ലെയർ ഇവിടെ ഒന്ന് കട്ടായി വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് വെക്കുക കുറച്ചും മുന്നോട്ട്. അതിനുശേഷം ഒന്ന് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അനിമേഷൻ കിട്ടുന്നത്. നമുക്കൊരു വേവ് ജസ്റ്റ് ഒരു വാട്ടറിൻ്റെ ഒരു ഫീൽ ക്രിയേറ്റ് ആക്കിയിട്ട് അതിനുശേഷം ആദ്യത്തെ തൊട്ട് മുകളിൽ കിടക്കുന്ന മാറ്റ് ലെയറിൽ പോയിട്ട് ഗ്രേഡിയൻ റാമ്പ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കതിൽ ആ പോയിൻ്റ് ഒന്ന് അഡ്ജസ്റ്റ് മുകളിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. ആ കുറച്ചും കൂടെ കളറ് ഇതായിട്ടിട്ട് നമുക്ക് ഓക്കെ. ഈ മാറ്റി സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ റെക്റ്റാങ്കിൾ ടൂൾ എടുത്തിട്ട് തൊട്ട് മുകളിലായിട്ട് കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് വരയ്ക്കുന്നു. അതിനകത്ത് പോയിട്ട് റെക്റ്റാങ്കിൾ പാത്ത് റൗണ്ട്നെസ് കൊടുക്കുന്നു. അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ. ബാറ്റയുടെ ഷേപ്പ് പോലെ ജസ്റ്റ് അങ്ങനെയും കൊടുക്കാം. അല്ലെങ്കിൽ ജസ്റ്റ് പെൻ ടൂൾ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒരു ഷേപ്പ് വരച്ചു കൊടുത്താലും മതിയാവും. കൺട്രോൾ പ്രസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ. ഓക്കെ. അപ്പോൾ ആ ഷേപ്പ് കറക്റ്റ് ആയിട്ടുണ്ട്. അതിന് ശേഷം വീണ്ടും പെൻ ടൂൾ എടുത്തതിന് ശേഷം ഈ ഫിൽ കളർ മാറ്റിയിട്ട് നൺ. ഓക്കെ. സ്ട്രോക്ക് കളർ സോളിഡ് ആക്കുന്നു. ജസ്റ്റ് ഇവിടെ ഒന്ന് വരച്ചു കൊടുക്കുന്നു. ഓക്കെ. അതിനുശേഷം അത് കോപ്പി എടുക്കുന്നു. കൺട്രോൾ ഡി. ജസ്റ്റ് സൈഡിലേക്കൊന്ന് മൂവ് ചെയ്യുക. ഇവിടെ താഴോട്ട്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് ഒന്ന് കുറച്ച് കൂടുതൽ കൊടുക്കുക. ജസ്റ്റ് അതിനകത്ത് പോയതിനു ശേഷം കണ്ടൻറ്റ് ഷേപ്സ് പാത്ത് നമ്മൾ വരച്ച പാത്ത് ഇവിടെ കിടപ്പുണ്ടോ. പാത്ത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടാൻ പറ്റും. അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുക. ശേഷം പാത്തിൻ്റെ സൈസ് കുറച്ചൊന്ന് കൂടുതൽ കൊടുത്തതിന് ശേഷം നമ്മളിവിടെ സെർച്ച് ഓപ്ഷൻ ഉണ്ട്. ക്യാപ്പ് എന്ന് പറയും. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപ്പ്, ലൈൻ ക്യാപ്പ്, അത് ബട്ടർ ക്യാപ്പ് മാറ്റിയിട്ട് റൗണ്ട് ക്യാപ്പ് കൊടുക്കുക. കണ്ടോ. അതിനുശേഷം ഒപ്പാസിറ്റി ടി അടിക്കുക. ജസ്റ്റ് ഒപ്പാസിറ്റി തൊട്ട് മുകളിലത്തെ ലെയറും ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെയും ക്യാപ്പ് എന്ത് ചെയ്യുക ബട്ടർ മാറ്റിയിട്ട് റൗണ്ട് ആക്കി കൊടുക്കുക. ഒരു ഷാഡോ ഫീൽ നമുക്ക് കിട്ടും. ഓക്കെ. ഇപ്പോൾ നമുക്കൊരു ബാറ്റയുടെ അനിമേഷനായി. ഇനി അതിലേക്ക് നമ്മൾ ജസ്റ്റ് കുറച്ച് ബബിൾസ് ആഡ് ചെയ്യണം. അതിനുവേണ്ടി ലെയർ ന്യൂ സോളിഡ് ലെയർ എടുക്കുന്നു. ജസ്റ്റ് ഞാൻ ബബിൾസ് എന്ന് സേവ് പേര് കൊടുക്കുന്നു. ഇവിടെ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റിൽ വന്നതിന് ശേഷം ഫോം ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫോം ഇങ്ങനെയാണ്. കണ്ടോ. അപ്പോൾ ജസ്റ്റ് ഫോമിൻ്റെ വ്യൂ ഡ്രാഫ്റ്റ് മാറ്റിയിട്ട് റെൻഡർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്കതിപ്പം അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴത്തെ വളരെ ചെറിയ ഫോംസ് ആയിട്ട് മാറുന്നതുകൊണ്ട് ഞാൻ ഫിൽ കളറും കൂടെ ആഡ് ചെയ്യുകയാണ്. നമുക്കത് തിരിച്ചറിയാൻ വേണ്ടി ഫിൽ കളർ കൊടുക്കുക. ജസ്റ്റ് അതിന് ശേഷം വൈറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ. അതിന് ശേഷം നമ്മൾ പ്രൊഡ്യൂസറിൽ പോയതിന് ശേഷം ഇതിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യണം. പ്രൊഡ്യൂസർ എക്സ് എക്സസ് പോയിട്ട് ഒരു 47.47 കൊടുക്കുക. 0.047. ഓക്കെ.
അടുത്തത് 0.037 കൊടുക്കുന്നു. പ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ഒരു 0.300 ഞാൻ അപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട് ഇങ്ങനെയാണ്, കണ്ടോ? ഓക്കെ, അതിനുശേഷം ബബിൾസിനകത്ത് പോകുന്നു. ഞാനൊരു 0.50 50 കൊടുക്കും. ലൈഫ് സ്പാൻ എന്നുള്ളത് ഞാനത് 80 കൊടുക്കുന്നു. നമുക്ക് വളരെ ചെറുതായിട്ട് മാത്രമേ കാണാൻ പറ്റൂ, കണ്ടോ? അപ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. 50 എന്നുള്ളത് ഒരു 70 കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഓക്കെ. ശേഷം ബബിൾ ഗ്രോത്ത് സ്പീഡ് എന്നുള്ളത് ഒരു 0.331 ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഫിസിക്സിൽ പോയതിന് ശേഷം അതിൻ്റെ വൈൻഡ് സ്പീഡ് എന്നുള്ളത് 0.300 ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് ഓക്കെ. ടർബുലൻസ് പോയിട്ട് ഒരു 0.270 ഒക്കെ കൊടുക്കുക. മറ്റേ ബുബിൾ എമൗണ്ട് ഒരു 0.022 ആ റേഞ്ചിലൊക്കെ കൊടുക്കുക. വെലോസിറ്റി വന്നതിന് ശേഷം വെലോസിറ്റി അല്ല, വിസ്കസിറ്റി 1.291 ഒക്കെ അപ്ലൈ ചെയ്യാം. അപ്പം മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്, കണ്ടോ? അതിനുശേഷം വൈൻഡ് ഡയറക്ഷനിൽ പോയിട്ട് 0 വാല്യൂ കൊടുക്കുക. ജസ്റ്റ് ഇത് മുകളിലേക്കായിരിക്കും പോകുന്നത്. ശേഷം ഫോം ജസ്റ്റ് ആ ടെക്സ്റ്റ് അവിടെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് താഴോട്ട് പോയിൻ്റ് ഉണ്ട്, ജസ്റ്റ് താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്തേക്കുക. നമുക്കത് മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, കണ്ടോ? ജസ്റ്റ് ഇവിടെ സൈസ് കുറച്ചുകൂടെ 7 എന്നുള്ളത് ഒരു 8 കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് അറിയാൻ പറ്റും, കണ്ടോ? അതിൻ്റെ സ്പീഡ് കുറച്ചുകൂടെ സ്പീഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡിലത് മുകളിലേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്കിത് അവിടെ സൈഡ് കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമ്മളിവിടെ ഫില്ല് നമ്മൾ മാറ്റ് കൊടുത്തില്ലേ, അത് ജസ്റ്റ് കോപ്പി എടുക്കുക, Ctrl D എടുത്ത് അതിനുശേഷം ഏറ്റവും മുകളിലത്തെ ലെയറായിട്ട് കൊണ്ടിടുക. ബബിൾ സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ആൽഫ മാറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് കട്ടായി പോയിട്ടുണ്ട്, കണ്ടോ? നമുക്കൊരു ബാറ്ററിയുടെ ചാർജിങ് അനിമേഷൻസ് എങ്ങനെയാണോ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെങ്കിൽ ജസ്റ്റ് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ മോഷൻ ഗ്രാഫിക്സ് അനിമേഷനുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഓക്കെ.